നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റ് ലീഗുകളൊക്കെ ഇത് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുവരെ അടുത്ത UCL മത്സരങ്ങൾക്ക് 2026-27 സീസണിലെ UCL മത്സരങ്ങൾക്ക് ക്വാളിഫൈ ചെയ്ത ടീമുകൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 29 ടീമുകൾ ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 7 ടീമുകൾ പ്ലേ ഓഫ് വഴി, അതായത് ഇനിയൊരു പ്ലേ ഓഫ് മത്സരങ്ങളുണ്ട് അവസാനം എത്താൻ വേണ്ടി. അപ്പോൾ ആ ടീമുകൾ, ഇനി 7 ടീമുകൾ പ്ലേ ഓഫിലൂടെ എത്തും. ബാക്കി 29 ടീമുകൾ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ നമ്മൾ നോക്കുകയാണ്. 5 ഇംഗ്ലീഷ് ക്ലബ്ബുകളുണ്ട്. ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല, ലിവർപൂൾ. ഈ 5 ടീമുകൾ അടുത്ത UCL കളിക്കുന്ന ഇംഗ്ലീഷ് ടീമുകളാണ്. അതുപോലെ തന്നെ 5 സ്പാനിഷ് ടീമുകളുണ്ട്. FC ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, വിയ്യാറയൽ, അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ ബെറ്റീസ് ടീമുകൾ അടുത്ത തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കും. പിന്നെ ഇറ്റലിയിൽ നിന്ന് 4 ടീമുകളുണ്ട്. ഇൻ്റർ മിലാൻ, നാപ്പോളി, AS റോമ, കോമോ ടീമുകൾ അടുത്ത തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ജർമ്മനിയിൽ നിന്ന് 4 ടീമുകളുണ്ട്. ബയേൺ മ്യൂണിക്ക്, ബൊറൂസിയ ഡോട്ട്മുണ്ട്, RB ലൈപ്സിഗ്, VfB സ്റ്റുട്ട്ഗാർട്ട് ടീമുകളാണ്. ഇനി ഇത്തവണ നിലവിലെ ചാമ്പ്യന്മാർ എന്ന രൂപത്തിൽ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്ന PSG ഉണ്ടല്ലോ. PSGയുടെ ലീഗായ ലീഗ് 1 നിന്ന് അടുത്ത UCLലേക്ക് എത്ര ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3 ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട്. PSG-യും ലെൻസും ലില്ലി OSCയുമാണ് ഫ്രാൻസിൻ്റെ പ്രതിനിധികളായിട്ട് അടുത്ത UCL കളിക്കാനുള്ളത്. പിന്നെ FC പോർട്ടോയും സ്പോർട്ടിങ്ങും ഉണ്ട്. അവർ പോർച്ചുഗലിൽ നിന്ന് യോഗ്യത നേടിയിട്ടുണ്ട്. PSV ഐന്തോവനും അതുപോലെ ഫെയനൂർദും ഡച്ച് ടീമുകൾ 2 യോഗ്യത നേടിയിട്ടുണ്ട്. പിന്നെ ക്ലബ് ബ്രൂഗെ, സ്ലാവിയ പ്രാഹ, ഗലറ്റസരായി, ഷാക്തർ ഡൊണസ്ക് ടീമുകൾ. ഇങ്ങനെ 29 ടീമുകൾ ഓൾറെഡി അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ബാക്കി ടീമുകൾ പ്ലേ ഓഫിലൂടെ തീരുമാനിക്കപ്പെടും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.